ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ഫോട്ടോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ കൊല്ലം ആശ്രാമം മൈതാനത്ത് കൊല്ലം വെസ്റ്റിന് വന്നിട്ടുള്ളത്. ഇത് കൊല്ലം പൂരമല്ല, മറ്റേ എക്സിബിഷനൊക്കെ ഉള്ള ഫെസ്റ്റാണ്. അത് കഴിഞ്ഞ് സെപ്റ്റംബർ ഓണം സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് മെർമെയ്ഡിൻ്റെ ഷോ ഒക്കെ ഉണ്ട്. ഇതിൽ 360 ഡിഗ്രി സൂപ്പർ റിയാലിറ്റി 3D അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. പിന്നെ കുറച്ച് അക്വേറിയങ്ങൾ, മീനുകൾ, പിന്നെന്താ കിളികൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണുള്ളത്. ഇവിടെ 11 മണിക്കാണ് ഓപ്പണിങ്. ഞങ്ങൾ 10 മണിയായപ്പോഴേ വന്നു. അങ്ങനെ നമ്മൾ ഇവിടുന്ന് കാപ്പിയൊക്കെ കുടിച്ചിട്ടാണ് ഉള്ളിലോട്ട് കയറിപ്പോയത്. ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കുറേ കിളികളാണ്, നമ്മൾ കണ്ടിട്ടില്ലാത്ത കിളികൾ വരെ ഇതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഈ ആദ്യത്തെ സെക്ഷന് ഫുള്ള് തത്തകളായിരുന്നു, വെറൈറ്റി തത്തകൾ, പഞ്ചവർണ്ണ തത്ത. അത് കഴിഞ്ഞ് പിന്നെ കോഴികളായിരുന്നു കേട്ടോ. നമ്മൾ ഇതുവരെ കാണാത്ത കോഴികളൊക്കെ ഉണ്ടായിരുന്നു, പഞ്ചവർണ്ണ കോഴി, ഇതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതെല്ലാം കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ അതിഥി മോള് പേടിച്ച് പോയത്. എന്തുവെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു വലിയ ഓന്നുണ്ടായിരുന്നു കേട്ടോ. അതിഥി മോൾ ആദ്യമായിട്ടാണ് വലിയ ഒന്നിനെ കാണുന്നത്. പിന്നെ പെട്ടെന്ന് കണ്ടപ്പോൾ അവളങ്ങ് പേടിച്ചു പോയി. പിന്നെ അവൾക്കങ്ങ് ഇഷ്ടപ്പെട്ടു. സൂപ്പർ ഓന്താന്നൊക്കെ പറഞ്ഞു നടക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഇതാണ് ഞാൻ പറഞ്ഞ പഞ്ചവർണ്ണ കോഴി. പിന്നെ പാമ്പുണ്ടായിരുന്നു. പിന്നെ നീലപ്പരുന്തിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതാണ് കേട്ടോ നീലപ്പരുന്ത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കിളിയാണ് ഈ കാണുന്നത് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ തന്നെ വെള്ളയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ആ കിളിയാണ് ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് ഇതാണ് കേട്ടോ അതിൻ്റെ വെള്ളക്കിളി. പിന്നെ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ നീല തത്ത. പിന്നെ മങ്കൂസ് ഉണ്ടായിരുന്നു കേട്ടോ, കീരി, മഞ്ഞ കീരി. എന്താണ്ട് സ്പെഷ്യൽ കാശം കണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഓന്തിനെയും തത്തയും പാമ്പിനെയൊക്കെ ദേഹത്തെടുത്ത് വെക്കുമെന്ന് തോന്നുന്നു. ഇതാട്ടോ പാമ്പ്. പിന്നെ നമ്മൾ കീന്ന് കേട്ടപ്പോഴാണ് ദാണ്ട് ഇവരെ ശ്രദ്ധിച്ചത്. ദാണ്ട് എലിക്കുഞ്ഞുങ്ങൾ, വെള്ളയുണ്ട്, കറുപ്പുണ്ട്, പല എലിക്കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയത് മീൻ അക്വേറിയത്തിൻ്റെ അവിടെ കേട്ടോ. ഒരു വലിയ മീൻ കേട്ടോ, അതിഥിമോളെക്കാളും വലിയൊരു മീന്. പിന്നെ അത് കഴിഞ്ഞ് പലതരം മീനുകൾ ഉണ്ടായിരുന്നു. പിന്നെയാണ് ഇവിടുത്തെ മെയിൻ സംഭവം, 360 ഡിഗ്രിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന 12D ആയിട്ടുള്ള അനിമേഷൻ. ഇതാണ് എൻ്റെ ഫ്രണ്ട് നിരഞ്ജന. അത് ഇതുപോലത്തെ ഒരു ഗ്ലോബ് പോലത്തെ സംഭവത്തിനകത്താണ് കേട്ടോ ഇതുള്ളത്. ഇതിനുള്ളിലോട്ട് കയറുമ്പോൾ ഭയങ്കര തണുപ്പാണ്. ഈ AC നാട്ടോ ഇതിൻ്റെ തണുപ്പൊക്കെ വരുന്നത്. പിന്നെ നമ്മൾ ആദ്യം വിചാരിച്ചില്ല കേട്ടോ ഇതിൻ്റെ താഴെ ഇങ്ങനെ ഇതുപോലെ അനിമേഷൻ കാണിക്കുമെന്ന്. നമ്മൾ വിചാരിക്കുന്നത് ഇതിൻ്റെ മേലിൽ കാണുന്ന ഭാഗം മാത്രമേ കാണിക്കുള്ളൂ. പക്ഷേ താഴെ ഇതുപോലെ ഇത് അനിമേഷൻ കാണിക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ളത്. അതാണ് 360 ഡിഗ്രിയിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇത് വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ ഇനി അകത്തൂടെ പോവാന്ന്. അകത്തൂടൊന്നും പോവല്ല, പക്ഷെ നമ്മൾ ഒരിടത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്കും തോന്നും നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി പോവാന്ന്. പിന്നെ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ സീഡ ആയിരുന്നു കേട്ടോ. ഈ സീഡ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ കടലിൻ്റെ അടിയിൽ പോയിട്ട് മീനുകളെയൊക്കെ കാണാൻ പറ്റുന്നൊരു അനിമേഷനാണ് കേട്ടോ.
മൊത്തത്തിൽ 3-4 അനിമേഷൻ അങ്ങോട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ ആദ്യം കാണിച്ചത് ഇത് കേട്ടോ. പിന്നെ നമ്മൾ 1 മണിക്കൂർ അങ്ങാണ്ട് ഇതിനുള്ളിലുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് സമയം പോയത് അറിഞ്ഞതേ ഇല്ല. ഒരുപാട് അനിമേഷൻ വീഡിയോസ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളതിനുള്ളിൽ കയറിപ്പോകുന്നതാണ് തോന്നുന്നത്. ഇതൊക്കെ സ്പീഡ് കുറഞ്ഞത്, ഇതിലും സ്പീഡുള്ളതൊക്കെ ഉണ്ടായിരുന്നു. 1 മണിക്കൂർ ലെങ്തുള്ള വീഡിയോ ആയതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്തിട്ടാട്ടോ ഇട്ടിട്ടുള്ളത്. അങ്ങനെ 4-5 അനിമേഷൻ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇറങ്ങിയപ്പോഴാണ് ഇവിടുത്തെ ചൂടിൻ്റെ കാര്യം മനസ്സിലാവുന്നത്. ഇതിനുള്ളിൽ AC ആയതുകൊണ്ട് ചൂടിൻ്റെ കാര്യമൊന്നും തോന്നിയില്ല. ഇതിന് വെളിയിൽ ഇറങ്ങിയപ്പോഴാണ് നല്ല ചൂടായിരുന്നു. പിന്നെ ഇവിടുത്തെ അനിമൽസിനെയും ബേഡ്സിനെയും ഒക്കെക്കാളും കൂടുതലുള്ളത് ഇവിടുത്തെ എക്സിബിഷൻ ആട്ടോ. മിഠായികൾ, അങ്ങനത്തെ കാര്യങ്ങൾ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പണ്ടത്തെ മുട്ടായികളില്ലേ, അതിൽ തേൻ മുട്ടായും പുളിമുട്ടായും ഒക്കെ മാത്രമേ ഉള്ളായിരുന്നു നമ്മുടെ ഇപ്പോഴത്തെ കടകളിലൊക്കെ. പക്ഷേ നമ്മുടെ പണ്ടത്തെ ചക്ര മിഠായി, സിഗരറ്റ് മിഠായി, കോയിൻ മിഠായി, പിന്നെ പലതരം പണ്ടത്തെ മിഠായികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചില മിഠായികളൊക്കെ ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. ഈ മിഠായികളൊന്നും മാത്രമല്ല കേട്ടോ, ഒരുപാട് സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അലുവ, പൊരിപ്പുകൾ, പിന്നെ ഈ മാലകളും വളകളും ഒക്കെ ഉള്ള കടകളായിരുന്നു കേട്ടോ കൂടുതൽ. പിന്നെ സ്റ്റേഷനറിയും. അങ്ങനെ ഞാൻ കുറച്ച് പേനകളൊക്കെ മേടിച്ച് അതിഥിമോൾക്ക് ഒരു ബോ ഒക്കെ മേടിച്ചു കൊടുത്തു. പിന്നെ ഈ പറയുന്ന വളകളും മാലകളും കളിപ്പാട്ടങ്ങളും ഒക്കെ കാണുമ്പോൾ ഞാൻ വിചാരിച്ചു കേട്ടോ അതിഥിമോൾ കിടന്ന് വാശി പിടിക്കുമെന്ന്. പക്ഷേ അതിഥിമോൾ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ നിർബന്ധിച്ചിട്ടാണ് ഒരു ബോ മേടിച്ചു കൊടുത്തത്. ഇവിടുത്തെ ഈ കളിപ്പാട്ടങ്ങളൊക്കെ കണ്ടിട്ട് ഒരുപാട് കുട്ടികൾ ഇങ്ങനെ ഇത് വേണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാം വിചാരിച്ച് അതിഥിമോൾ ഇപ്പോൾ വേണമെന്ന് പറയുന്നു. പക്ഷെ അതിഥിമോൾ ഒന്നും വേണമെന്ന് പറഞ്ഞില്ല. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് വന്നിട്ട് കുറച്ച് ഗെയിംസൊക്കെ കളിച്ചു. കിട്ടിയത് ഒരു വലിയ അരിപ്പയും ഒരു ജാറുമാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്തുക. ഇതുപോലത്തെ വീഡിയോ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് ടാറ്റാ.